ഇത്തവണ കേരളത്തിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൻ്റെ വിധി ഇവിടെ കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴത്തിൽ ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ജനങ്ങൾ വോട്ട് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ധാർമ്മികതയുടെ പേരിലോ ജനവിധിയുടെ പേരിലോ ഒക്കെ രാജിവെച്ച് പോകാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് രാധാകൃഷ്ണൻ അങ്ങ് കരുതുന്നുണ്ടോ? ഒരിക്കലും അത് സംഭവിക്കില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ, അങ്ങ് ആദ്യം സൂചിപ്പിച്ച ധാർമ്മികതയുടെ പേരിൽ ഒരു തീരുമാനമെടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, ചെറിയ പരാമർശം വന്നു കഴിഞ്ഞപ്പോൾ രാജിവെച്ച് പോയ ഒരാളാണ് കെ കരുണാകരൻ. ചെറിയ പരാമർശമായിരുന്നു. അത് പരാമർശം നടത്തിയതാണെങ്കിൽ ജസ്റ്റിസ് പോറ്റിയുമാണ്. ജസ്റ്റിസ് പോറ്റിക്കാണെങ്കിൽ അന്ന് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പരാമർശം നടത്തിയപ്പോൾ പോയി. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ തിഹാർ ജയിലിലിരുന്ന് സംസ്ഥാനം ഭരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ഭരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങ് ആദ്യം സൂചിപ്പിച്ച ആ ധാർമ്മികതയുടെ പേരിൽ പിണറായി വിജയൻ രാജിവെക്കണം എന്ന ആവശ്യം ഒരിക്കലും അത് സംഭവിക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനവിധി, അതിന് ന്യായം പറയും. എന്താ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. കഴിഞ്ഞ പാർലമെൻറ്റിൽ ജനങ്ങൾ ഇതുപോലെ തന്നെ UDFന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ച് വിധി കൊടുത്തതിന് ശേഷമാണ് ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ എനിക്ക് രണ്ടാം ഊഴം കിട്ടിയത്. അതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് ന്യായമായിട്ടൊരു മറുപടിയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഈ ജനവിരുദ്ധ വികാരം അതുണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഒരു സംശയമില്ലാത്ത ഒരേ ഒരാൾ പിണറായി വിജയൻ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും അതിനകത്തറിയാം ഒരു ജനവിരുദ്ധ വികാരം ഉണ്ട് എന്ന്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ഒരു ഭീകരമായ രീതിയിൽ ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആരും ഇന്ന് വരെ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അതിൻ്റെ ആദ്യം മുതലേ നിശ്ചയമുള്ള ഒരാളാണ് രാമനറിയാം. പക്ഷേ അങ്ങനെ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രകടമായ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ്, ഇവരുമായിട്ട് ഇടപെട്ടുകൊണ്ടുള്ള രീതികൾ, അല്ലെങ്കിൽ ഒരു സെക്കുലർ സമൂഹം എന്ന് ഇവർ പറയുന്ന സെക്കുലർ മറ്റേ മുസ്ലിം പ്രീണനം ചർച്ച ചെയ്യാം. അതിന് മുമ്പ് പിയേഴ്സണോടൊരു ചോദ്യം. വേണമെങ്കിൽ പിണറായി വിജയൻ മാത്രമല്ല, ആ പാർട്ടിയുടെ തലപ്പത്തുള്ള MP ഗോവിന്ദനും രാജിവെക്കാവുന്നതാണ്. പിണറായിയോ MP ഗോവിന്ദനോ ഒറ്റയ്ക്കോ രണ്ടുപേരും സംയുക്തമായ രാജിവെക്കുന്ന പിയേഴ്സൺ കരുതുന്നുണ്ടോ? അല്ല, നേരത്തെ രാഷ്ട്രം സൂചിപ്പിച്ചതുപോലെ അതിനുള്ള സാധ്യതയില്ല. കാരണം നമ്മളുടെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പറയാൻ വേണമെങ്കിൽ, പക്ഷേ ഒരിക്കലും ധാർമ്മികത പുറത്തൊന്നും അങ്ങനെ ചെയ്യില്ല. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നൊരു കാര്യം, വളരെ ശക്തമായിട്ടുള്ള ജനവിരുദ്ധ രീതികൾ തുടരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഗവൺമെൻറ്റിനോടുള്ള വലിയ തരത്തിലുള്ളൊരു പ്രതികാര ബുദ്ധി ജനങ്ങൾക്ക് തോന്നിയതിൻ്റെ പേരിൽ ഒരു ആംഗ്രി വോട്ടറാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്, ഇവരിങ്ങനെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചിരിക്കും. കഴിഞ്ഞ തവണ എങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അതിന് കാരണങ്ങൾ വ്യത്യാസമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വരുന്ന സമയത്ത് പിണറായി എന്ന് പറയുന്ന ക്യാപ്റ്റനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു നേതൃത്വപരമായിട്ടുള്ള ഗുണത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് കണക്കാക്കപ്പെട്ടെങ്കിൽ, ഈ രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാർട്ടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പിണറായി മാറി നിൽക്കുക, പാർട്ടിയിൽ നിന്ന് മാറി നിന്നാൽ മതി, ഭരണം അധികം തുടരട്ടെ എന്നുള്ളതാണ്. പാർട്ടിയെങ്കിലും രക്ഷപ്പെടും. കാരണം പാർട്ടി അത്രമാത്രം ഈ പിണറായി വിരുദ്ധ വികാരം കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുക? അല്ല, അതായത് സാങ്കേതിക പ്രശ്നമാണല്ലോ. പാർട്ടിയിൽ ഇടപെടാതെ പാർട്ടി വഴിക്ക് പോട്ടെ എന്ന് തീരുമാനിച്ചാൽ പാർട്ടിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇത് അദ്ദേഹം ഭരിക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹം ഭരിക്കുന്നതാണ് ശരിയെന്ന് പാർട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. മുമ്പ് പാർട്ടി അങ്ങനെയല്ല അതിൻ്റെ സർക്കാരുകളെ നിയന്ത്രിച്ചിരുന്നത്. പാർട്ടിക്ക് ഒരു പോളിസി ഉണ്ടാവും. ആ പോളിസിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ സർക്കാർ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ. നേരത്തെ ഇപ്പോൾ അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നായനാരായിരുന്നു മുഖ്യമന്ത്രി.
പക്ഷേ നയനാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന പാർട്ടിയാണ്. അപ്പോൾ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒന്നായിട്ടൊന്ന് AK സെന്റർ മാറിയിരുന്നു. അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയപ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയും പിണറായി വിജയനായി. അതെ, അങ്ങനെ സംഭവിച്ചത്. അത് എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഒരു ദൗർബല്യം. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നാൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുന്ന തരത്തിലേക്ക് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്ത്, പഠനകാലത്ത് പോലും SFI സെക്രട്ടറിയും അതുപോലെ SFIയുടെ യൂണിറ്റുമൊക്കെയാണ് പൊതുവെ ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നൽകേണ്ടത്. ഇവിടെ അങ്ങനെ ഈ ഗവൺമെൻറ്റിന് ഒരു നിർദ്ദേശം നൽകാൻ ഗോവിന്ദന് കഴിയില്ല. ഗോവിന്ദൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി എന്താണ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ന്യായീകരണം കണ്ടെത്താനായിട്ട് പറ്റുക എന്ന് ആലോചിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പാർട്ടി ഒരു ബിഗ് സീറോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു സാന്നിധ്യം ഇതിനകത്തില്ല. അപ്പോൾ പാർട്ടി സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വൻ പരാജയത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഇതൊരു ബാധ്യതയായിട്ട് ഈ പാർട്ടിയുടെ മേൽ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വിരുദ്ധ വികാരം, അദ്ദേഹത്തിനോടുള്ള മോശമായിട്ടുള്ള ഒരു ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള അപ്രീതി, അത് വളരെ ശക്തമായിട്ട് ഇതിനകത്ത് പ്രതിഫലിച്ചു. രാധാകൃഷ്ണൻ ഇപ്പോൾ പിയേഴ്സൺ ഈ ആംഗ്രി വോട്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ആംഗ്രി വോട്ടറിൻ്റെ ഒരു എന്താണ് പ്രതികാര ബുദ്ധിയാണോ തൃശ്ശൂരിൽ കണ്ടത്, അല്ലെങ്കിൽ പ്രതികരണം? അല്ല, തൃശ്ശൂരിൽ ദീർഘകാലമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാൾ ഇതിന് മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ നർച്ചർ ചെയ്ത് എടുത്ത് നിലനിർത്തിയ ഒരാളാണ് അദ്ദേഹം. സിനിമക്കാരനാണ് എന്നെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ തൃശ്ശൂർ പോയിട്ട് തൃശ്ശൂരിൻ്റെ വിവിധ ശക്തൻ മാർക്കറ്റിൻ്റെ അടക്കം എല്ലാ കാര്യങ്ങളിലും ഒരു തൃശ്ശൂർക്കാരനെ പോലെ നിന്ന് ഇടപെട്ട് അവിടെ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിരുന്നു എന്നുള്ളൊരു വസ്തുത നമുക്ക് നിഷേധിക്കാനായിട്ട് സാധ്യമല്ല. ഒപ്പം ഈ പറഞ്ഞ രീതിയിൽ ഈ പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് അപ്രീതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് പിയേഴ്സൺ ഉപയോഗിച്ച രീതിയിൽ ക്ഷുഭിതമായ വോട്ടർമാർ, ക്ഷുഭിതരായ വോട്ടർമാർ, അവർ സ്വാഭാവികമായിട്ടൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ വേറൊരു ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യണം. തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് ജനാധിപത്യത്തിൽ കടന്നു വരാനായിട്ട്. ആ തേർഡ് ഓൾട്ടർനേറ്റീവ് ആകുന്നതിനുള്ളൊരു ശ്രമമാണ് കേരളത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ഇവിടെ വിസ്തരിക്കുന്ന സമയത്ത്, ഈ നമ്മുടെ ചാനലുകളൊക്കെ പറയുന്ന സമയത്ത് അവർ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 4 അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി നടന്നു. അതിൽ 3 NDA അധികാരത്തിലെത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒറീസയിൽ BJP ഒറ്റയ്ക്ക് ഗവൺമെൻറ് ഉണ്ടാക്കിയാണ്. BJP മാത്രമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയാണ്. അരുണാചലിൽ ഗവൺമെൻറ് ഉണ്ടാക്കി കഴിഞ്ഞു BJP. ആന്ധ്രയിൽ BJPയുടെ ഗവൺമെൻറ്റാണ്, BJP കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഗവൺമെൻറ്റാണ് വരുന്നത്. പക്ഷേ ഇനി 23 സ്ഥാനങ്ങളിലേക്കോ 28 അസംബ്ലി സെഗ്മെൻറ്റിലേക്കോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ ഒന്നും ചർച്ചയില്ല. ചർച്ച മുഴുവനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന അത്രയും സീറ്റ് BJPക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. തൃശ്ശൂരിലെ ലൂർദ് മാതാവ് സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊതുവെ ഈ ക്രൈസ്തവ വോട്ടുകളിലൊരു ഷിഫ്റ്റ് ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ക്രൈസ്തവ വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ഈ വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഇങ്ങനെ അനുഗ്രഹം ചൊരിയുന്ന ദേവീ ദേവന്മാരിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. വിശേഷിച്ചും ക്രൈസ്തവ പാരമ്പര്യം കുറച്ചറിയാവുന്ന ഒരാൾ എന്ന നിലക്ക്. ക്രിസ്ത്യാനികളെല്ലാം പോയി കഴിഞ്ഞാൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കരിസ്മാറ്റിക്കുകളുടെയൊക്കെ ഇത് കേട്ടിട്ടുള്ള ഒരാളാണ്. പല സ്ഥലത്തും ഞാനിതിങ്ങനെ കേട്ട് വിസ്മയത്തോടു കൂടി നല്ല ഫലിതമാണ്. ഒരു സ്ഥലത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥിനി ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇതിനകത്ത് സംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ഞാൻ കേൾക്കുന്ന മുഴുവൻ എനിക്ക് 30,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അപ്പോൾ അത് 60,000 വന്ന് പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മറ്റൊരുത്തം ഒരു 50% മാർക്കായിരുന്നു. മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഇത് 60% കിട്ടി. അപ്പോൾ എല്ലാവരും പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനപ്പോൾ ആലോചിച്ചത്, ഈ വക ഒരു കാരുണ്യവും യേശുദേവൻ്റെ അടുത്ത് ദൈവം കാണിച്ചില്ല. കുടിക്കാൻ കയ്പിനീര്, തലയിൽ വയ്ക്കാൻ മുൾക്കിരീടം,
സ്വന്തം തൂക്കത്തേക്കാൾ 4 ഇരട്ടി ഭാരമുള്ള മരക്കുരിശ്, നടക്കാനായിട്ട് മലമുകളിലേക്കും നിമ്നോന്നതങ്ങളുള്ള പാത, ഇതാണ് യേശുദേവന് കൊടുത്തത്. അപ്പോൾ യേശുദേവനോട് കാണിക്കാത്ത കാരുണ്യം ഏതെങ്കിലും ഒരു ദൈവമോ ഉപദൈവങ്ങളോ മറ്റുള്ളവരോട് കാണിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ലൂർദ് മാതാവിൻ്റെ അനുഗ്രഹം മൂലമാണ് ഇത് കിട്ടിയതെന്നൊരാൾക്ക് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഞാനതിനെ ചോദ്യം ചെയ്യില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം അതാണെങ്കിൽ ആ അനുഭവം അല്ല എന്ന് പറയാൻ ഞാൻ ആരാണ്? അല്ല, അദ്ദേഹം ഇപ്പോൾ ലൂർദ് മാതാവിനൊക്കെ നന്ദിയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ അനുഭവം. എൻ്റെ ചോദ്യം പിയേഴ്സാ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അനുഭവം അതാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം അങ്ങനെ ആകാൻ പാടില്ല, നമ്മൾ അല്ല, നിങ്ങളുടെ അനുഭവം അങ്ങനെ ആകാൻ പാടില്ല എന്ന് പറയാൻ ഞാനാരാണ്? അങ്ങനെ പറയാൻ ആവശ്യമില്ല. എന്തായാലും പിയേഴ്സൺ, അങ്ങയുടെ ഈ മുൻ പാർട്ടി വല്ലാതെ ഈ മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഫലത്തിൽ നിന്ന് കാണുന്നത് അത് ചെലവായിട്ടില്ല എന്നാണല്ലോ. അല്ല, മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുരന്തം, അവർക്ക് 2 ദോഷമാണ് സംഭവിക്കുന്നത്. ഒന്ന്, പ്രീണനം നടത്തിയിട്ട് ഗുണം ഉണ്ടാകുന്നില്ല. 2, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവരുടെ കൂടെ വെക്കുന്നതായിട്ടുള്ള ഒരുപാട് വോട്ടുകൾ നഷ്ടമാകുകയും ചെയ്യും. ഭാവിയിൽ യാതൊരു കരുത്തുമില്ലാത്തതായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിത്തീരാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അതാണ് ഞാൻ ഇതിനകത്ത് നിരീക്ഷിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ മുസ്ലിം പ്രീണനം നടത്തി വോട്ട് കിട്ടിയാൽ മെച്ചമായിരുന്നു, പക്ഷേ അതിന് യാതൊരു സാധ്യതയും ഈ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആലപ്പുഴയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച വലിയ ദുരന്തമാണ് അവിടെ. കഴിഞ്ഞോളം ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് ആരിഫ് ജയിച്ചു എന്നുള്ളത് ശരിയാണ് അല്ലേ? നിങ്ങൾ ഒരുമിച്ചായിരുന്നു മത്സരം. 44,000 വോട്ടുണ്ടായിരുന്ന ആലപ്പുഴയിൽ ഞാൻ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അത് 1,88,000 വർദ്ധിച്ചു. അതിൻ്റെ ഒരു ഗുണഭോക്താവ് ആയത് ആരാണെന്ന് ചോദിച്ചാൽ ആരിഫാണ്. 8,000 ചില്ലാനം വോട്ടിന് അദ്ദേഹം കടന്നുകൂടി. ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, കടന്നുകൂടി. അല്ല, അപ്പം പിന്നെ അത് CPM-ൻ്റെ വോട്ടായിരിക്കണമെന്നില്ലല്ലോ. ഏത് അന്ന് അങ്ങ് കൂടുതലായിട്ട് വാങ്ങിച്ചെടുത്തത്? അല്ല, CPM-ൻ്റെ വോട്ടാകണം. CPM-ൻ്റെ വോട്ട് ഉണ്ടാവും, പക്ഷേ മറ്റവരുടെ കൂടുതൽ വോട്ട് കിട്ടണമെങ്കിൽ ജയിക്കണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ശോഭ സുരേന്ദ്രൻ വന്നപ്പോൾ കുറേ കൂടി വർദ്ധിച്ചു. ആരിഫിൻ്റെ വോട്ടെന്ന് പറഞ്ഞതിനിടയിൽ വീണ്ടും കുറഞ്ഞു. അപ്പോൾ CPM-ൻ്റെ വോട്ട് തന്നെ കുറേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഈ പ്രീണനത്തിൻ്റെ ഫലമായിട്ട് പോയിട്ടുണ്ടാകും. അല്ല, അത് കണക്കാക്കുന്നത് നിങ്ങൾ പറയണത് വളരെ ശരിയാണ്. ഈ പ്രീണനം കൊണ്ട് CPM-ന് ആലപ്പുഴ എന്നല്ല കേരളത്തിൽ എല്ലായിടത്തും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രീണനത്തിൻ്റെ ഫലമായിട്ടാണ് 2,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഹൈബി എത്തിയത്. കാരണം ആ മൈനോറിറ്റികൾ കൺസോളിഡേറ്റഡ് ആയിട്ട് വോട്ട് ചെയ്തത് ആർക്കാണ്? ഹൈബിക്കാണ്. കൺസോളിഡേറ്റഡ് ആയിട്ട് എല്ലായിടത്തും വോട്ട് ചെയ്തിരിക്കുന്നത് UDF-നാണ്. പക്ഷേ പ്രീണനം നടത്തിയത് പിയേഴ്സൺ ശരിയായി സൂചിപ്പിച്ചതുപോലെ CPM-ആണ്. പിയേഴ്സൺ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വോട്ടും കിട്ടിയില്ല, ഈ ദുഷ്പേര് ഉണ്ടാകുകയും ചെയ്തു. പിയേഴ്സൺ, ഈ ഈഴവ വോട്ടിലെ മാറ്റം വന്നതായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് ആലപ്പുഴയിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ലാതായിക്കൊണ്ടിരിക്കും. അത് കൂടുതൽ ജാതീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മുൻകാലങ്ങളിൽ തന്നെ അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വാർഡിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്ത് CPM പോലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വാർഡിൽ കൂടുതലായിട്ട് ഉള്ള ഏത് ജാതിയാണെന്ന് നോക്കും, അതിൽ ഒരാളെ പിടിച്ചു നിർത്താനാവുക. എല്ലാ പാർട്ടിയും അങ്ങനെ ചെയ്യുന്നത്. 1957 അങ്ങനെ തന്നെയായിരുന്നു. എങ്കിലും പക്ഷെ സെക്രട്ടറി തിരുവിതാംകൂറിൽ മുഴുവൻ നായർ സമുദായത്തിലെ ആളുകൾ അന്വേഷിച്ച് നടന്നിരുന്നു. ശരിയാണ്, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതേപോലെ പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഇന്നത് വളരെ പ്രകടമാണ്. എനിക്ക് അതിനകത്തൊരു അഭിപ്രായമുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേരുന്നൊരു വിഭാഗം. അതിന് കാരണങ്ങളുണ്ട്. തിരുവിതാംകൂറിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റുകാരെ നിർവചിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ വളരെ ആക്ഷേപകരമായ ഒരു വാക്കുണ്ട്. ജനിച്ച ചോകോൻ, നശിച്ച നായർ, പിഴച്ച നസ്രാണി, ഇവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അദ്ദേഹം നിർവഹിച്ചത്. ഏതാണ്ട് അത് ശരിയാണ്. കാരണം ഈഴവരാതി പിന്നാക്ക വിഭാഗങ്ങൾ മിക്കവാറും അവരുടെ ഒരു ആശ്രയസ്ഥാനമായിട്ട് കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് കാരണമുണ്ട്. 1947 ശേഷം രൂപം കൊണ്ട ഒരു രാഷ്ട്രീയത്തിൽ
1947 വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെയും മറ്റുമൊക്കെ എതിർത്തുകൊണ്ടിരുന്നവർ കോൺഗ്രസിൻ്റെ അധികാര സ്ഥാനത്ത് വരികയും അവർ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതിൽ ഇവർക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല, വിശേഷിച്ചും മൈനോറിറ്റി ഡൊമിനേറ്റഡ് ആയിരുന്നു അത്. പിന്നെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും ഒരിക്കലും ഒരു മെയിൻ സ്ട്രീം സെക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി ഇരുന്നിട്ടില്ല എന്ന വസ്തുത നിഷേധിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധി ഒരാവശ്യവുമില്ലാത്ത ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് കോൺഗ്രസ്സിനെ എടുത്തു വച്ചതും അതിൻ്റെ അനന്തര ഫലമായിട്ട് ഈ മാപ്പിള ലഹള നടന്നതും ഹിന്ദു വംശഹത്യയിലേക്ക് എത്തിയതും അതിൻ്റെ ഫലമായി ഹിന്ദുക്കൾ അക്ഷരാർത്ഥത്തിൽ അശരണരായി മാറിയുണ്ടായിരുന്നത്. അത് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അവസാനം ഇവർക്ക് റിലീഫ് ക്യാമ്പുകൾ ഒരുക്കിയത് അതാത് ജാതിക്കാരായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അവിടെ ദയനീയമായി ഇവർക്കൊരു റിലീഫ് ക്യാമ്പ് ഒരുക്കുന്നതിൽ പോലും പരാജയപ്പെട്ടു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഇത് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഇത് പരാജയപ്പെട്ടപ്പോൾ ഈ മുസ്ലിങ്ങളെല്ലാം തിരിച്ചു പോവുകയും ചെയ്ത് അവരുടെ രാഷ്ട്രീയ കക്ഷിയായിട്ട് കണ്ടത് മുസ്ലിം ലീഗിനെയാണ്. അല്ല, അത് ശരിയാണ്. അതിനോടൊപ്പം ഈ നമ്മുടെ ഈഴവരാതി ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് നിലനിന്നൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ അവരെ അനുഭവിച്ചിരുന്നതായിട്ടുള്ള പീഡനങ്ങൾ, വിവേചനങ്ങൾ, അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം വളരെ ശക്തമായിട്ട് അവർക്ക് ആവശ്യമായിട്ട് വന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് ഭരണത്തിലേക്ക് വന്നതായിട്ടുള്ള കോൺഗ്രസ് എന്ന ഒരു അതിൽ പ്രധാനപ്പെട്ട കാരണം. ഞാനത് നിഷേധിക്കുന്നില്ല, ഞാൻ പറയുന്നത് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന സമയത്ത് ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ അപ്പിസ്വാമി എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പിസ്വാമിയാണ് ഞങ്ങളുടെ അവിടുത്തെ പെരിയാസ്വാമി. അപ്പോൾ ശബരിമല കാലം വന്നു, അപ്പിസ്വാമി ചെത്തുതൊഴിലാളിയാണ്. ശബരിമല കാലം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെയുള്ള എല്ലാവരെയും മാല ഇടിയിപ്പിച്ചിട്ട്, എന്നെ അടക്കം മാല ഇടിയിപ്പിച്ചിട്ട് ശബരിമല കൊണ്ടുപോകും. ശബരിമല കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പിന്നെ ചെങ്കൊടിയും പിടിച്ചിട്ട് പാർട്ടിയുടെ നേതാവാണ്, ഇത് നടത്തും. ഇതിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പിസ്വാമിയുടെ ക്രെഡിബിലിറ്റി ആരും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയാണ് പോയിരുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് പോയിരുന്നു. ഒരു ഹിന്ദു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇത് പോയിരുന്നത്, വിതൗട്ട് കീപ്പിംഗ് എനി സോർട്ട് ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് അതേഴ്സ്. പക്ഷെ ഇവിടെ മാറ്റം സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതങ്ങോട്ട് മാറി അപ്പീസ്മെൻ്റായിട്ട് മാറി. അന്ന് അപ്പീസ്മെൻ്റ് ഇല്ല. അല്ല, അതിൻ്റെ ഒരു പാഠം മിക്കവാറും ഇതിലുണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞാൽ പാർട്ടി കേൾക്കില്ല, പക്ഷേ തെരഞ്ഞെടുപ്പിൽ വരെ അടിച്ച് താഴെയിട്ടതിൻ്റെ കേൾക്കേണ്ടി വരില്ല. അല്ല, ഇത് അല്ലെങ്കിൽ എന്ത് പറ്റും, അവർ അധികാരം നഷ്ടപ്പെടാറുണ്ട്, നമുക്കൊന്നുമല്ല. അല്ല, നമ്മുടെ ഒരു മിനിറ്റ് കൂടി, നമ്മളെ എല്ലാം സുഹൃത്തായ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അടുത്ത് പി കേശവദേവ് പറഞ്ഞതായിട്ടൊരു കാര്യം അവൻ പറയാറുണ്ട്. നീ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ ആയിക്കോ, പ്രശ്നമില്ല. നീ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോ, അതും പ്രശ്നമില്ല. പക്ഷേ നീ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരെ ഉപദേശിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ പിയേഴ്സൺ പറഞ്ഞ രീതിയിൽ ഉപദേശം സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. തൃശ്ശൂരിലെ മറ്റേ ED കേസുകളൊക്കെ ധാരാളം ഉണ്ടല്ലോ പാർട്ടിക്ക്. അപ്പോൾ പാർട്ടി ഈ സുരേഷ് ഗോപിക്ക് വോട്ട് മറിച്ചിട്ടുണ്ടാവുമോ അതോ TN പ്രതാപൻ വോട്ട് മറിച്ചിട്ടുണ്ടാവുമോ? അല്ല, ഞാൻ ഇത്തരത്തിൽ വോട്ടുമറിക്കലിന് വലിയ പ്രസക്തിയും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല. കാരണം മറിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വോട്ടല്ല ഇപ്പോൾ സുരേഷ് ഗോപി നേടിയിരിക്കുന്നത്. മനസ്സിലായി? ആർക്കും മറിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതാത് പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ആ പാർട്ടിക്കകത്ത് ഉരുണ്ടുകൂടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അസംതൃപ്തികൾ, അത് പ്രകടമാക്കപ്പെടുന്നത് ചിലപ്പോൾ ഇത് വോട്ട് കൊട്ടയിൽ നിന്ന് ചൊരിയുന്നത് പോലെ ആകാം. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ എന്താണ് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രതാപൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് ഗൗരവമായിട്ട് പറയുന്നുണ്ട്. കാരണം കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ അതിൻ്റെ കണക്കെടുക്കുന്ന സമയത്ത് അട്ടിമറി ഉണ്ടായിട്ടുണ്ടെന്ന് ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ല, ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാനത് കണക്ക് പരിശോധിച്ച സമയത്ത് ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ പ്രതാപന് കുറഞ്ഞിരിക്കുന്ന വോട്ടാണ്. പ്രതാപന് ഏതാണ്ട് 1,00,000-ഓളം അധികം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുനിൽകുമാറിന് പക്ഷേ അങ്ങനെ കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം ഉണ്ണിത്താൻ പറഞ്ഞ പോലെ നടത്തുകയാണെങ്കിൽ ഈ വോട്ട് എവിടെ പോയി എന്നുള്ള ചോദ്യം. എനിക്കൊരു കൗണ്ടർ ചോദ്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത്
BJP വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. 10-12,000 വോട്ട് കൂടിയിട്ടുണ്ട്. മറ്റേ ഇയാൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്, മറ്റവർക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? മറ്റവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഞാൻ അങ്ങോട്ട് യോജിക്കുന്ന ഒരു കാര്യം, ഈ അട്ടിമറി സിദ്ധാന്തമല്ല ഇതിനകത്ത്. ആളുകൾ സിദ്ധാന്തമല്ല, അത് നമ്മളിവിടെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ അട്ടിമറിച്ചു, കോൺഗ്രസ് മറിച്ചു. അങ്ങനെയൊന്നും അട്ടിമറിക്കാനൊന്നും പറ്റില്ല. 2000 വോട്ടും 3000. അത് അവർക്ക് വേണമെങ്കിൽ പാർട്ടിയുടെ വളരെ സ്ട്രോങ് കേഡേഴ്സിന് പരസ്പരം പറഞ്ഞ. പക്ഷെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറൊരു കാര്യം, ഇവൻ ആരോടെങ്കിലും പറയും, അറിയും, മനസ്സിലായി ഇല്ലേ? അല്ല, അത് മാത്രമല്ല, അതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങളുടെ ഒരു വികാരത്തെയും ജനങ്ങളുടെ വോട്ടധികാരത്തെയും ഒക്കെ മാനിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പം എന്താ ഇവിടെ വോട്ട് തുറന്നു പറയണത്? എന്തിനാണ് ആ സ്ഥാനാർത്ഥിയെ ഇവിടെ പാർട്ടി നിർത്തിയത്? സംശയം ഉണ്ടാക്കിയത് മുഴുവൻ പ്രതാപനാണെന്നേ. പ്രതാപൻ ആണ് സംശയം ഉണ്ടാക്കിയത്. പ്രതാപൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, കാരണം CPM വോട്ട് മറിച്ചിട്ടുണ്ട്, കേസുള്ളത് കൊണ്ട് എന്ന് പ്രതാപൻ പറഞ്ഞത്. പ്രതാപൻ മുൻകൂർ ജാമ്യം എടുത്തതായിട്ടാണ് നാട്ടുകാർ മനസ്സിലാക്കിയത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, CPM-ന്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, കാര്യമായിട്ട് ചെറിയ മാറ്റം ഉണ്ടായിക്കാണ്. അത് സ്വാഭാവികമായിട്ട് പ്രശ്നമല്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പിണറായി വിജയനോടുള്ള ആംഗ്രി വോട്ടർമാർ ചെയ്തേക്കണ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടാകാം. ഈ ആംഗ്രി വോട്ടർമാർ കുറെ പേര് പാർട്ടിക്കാർ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കാരിൽ ആംഗ്രി വോട്ടേഴ്സ് ഉണ്ട്. ശരിക്കും വോട്ട് ശരിക്കും കുറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല കുറഞ്ഞിരിക്കുന്നത്. അല്ല, പ്രതാപന്റെ വോട്ട് എന്ന് പറയുന്നത് 1,00,000-ഓളം വോട്ടുകൾ ചോർന്ന് ഒലിച്ചു പോയി. അത് സ്വാഭാവികമായിട്ടും അത്രയും വോട്ട് മനഃപൂർവ്വം ആർക്കെങ്കിലും കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് പ്രതാപൻ എന്ന് അങ്ങ് കരുതരുത്. അതെ, അത് ശരിയാണ്. അത്ര ഒന്നുമില്ല. അപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വോട്ട് ചെയ്യും. ആ ജനവികാരത്തെ അല്ലെങ്കിൽ ജനങ്ങളെ അംഗീകരിക്കാത്ത മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി എന്നും പറയും. അത്തരത്തിലുള്ള ഒരു പറച്ചിലും വാദഗതിയും മാത്രമാണ് വോട്ടട്ടിമറിയും വോട്ട് കച്ചവടം. ഈ തുടങ്ങിയിടത്തേക്ക് നമ്മൾ അവസാനത്തേക്ക് വന്നാൽ പിണറായി വിജയൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? അല്ല, പിണറായി വിജയൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞതിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ ഒക്കെ പരിശോധിച്ചതിനിടയിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ബാക്കി എല്ലാ വിഷയങ്ങളും മാറ്റിവെക്കുക, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കോൺസിക്യൂട്ടീവായിട്ട് തകർന്നടിഞ്ഞ രീതിയിൽ ആ പാർട്ടി വരുന്നുണ്ട് എങ്കിൽ 2 വന്നില്ലേ? കഴിഞ്ഞതിൽ 19, ഇപ്പോൾ 18. അപ്പോൾ അത് എങ്ങനെയാണ് സ്ഥിതി? എന്തായിക്കോട്ടെ ഏകദേശം ഒരേപോലെയാണ്. ഇതിന് എന്തെങ്കിലും സമാധാനം പറയണ്ടേ? അല്ല, അപ്പം കഴിഞ്ഞ 10 വർഷം അല്ല, അങ്ങനെ തിരിച്ചൊന്നും പറയും. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺസിക്യൂട്ടീവായിട്ട് ജയിച്ചതിന് ആർക്കാണ് ക്രെഡിറ്റ് എന്ന് ചോദിക്കും. ആ ക്രെഡിറ്റ് അദ്ദേഹം എടുത്തല്ലോ, ശരിക്കും അദ്ദേഹത്തിന് നൽകുകയും ചെയ്ത്. അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ് എന്ന് നമ്മളെല്ലാം വളരെ ആഘോഷപൂർവ്വം പറയുകയൊക്കെ ചെയ്താണ്. അതേപോലെ തന്നെ ഇതും ഏറ്റെടുക്കാനായിട്ടുള്ളൊരു ബാധ്യത സ്വാഭാവികമായിട്ടുമുള്ളൊരു ധാർമ്മികത കൊണ്ടല്ല, അല്ലേ? അത് ഏറ്റെടുത്തി. അതായത് എന്നിലേക്ക് വലിയ തരത്തിൽ അഭിനന്ദനങ്ങൾ വന്ന് വീഴുന്ന സമയത്ത് ഞാൻ കൊട്ട വെച്ചത് കോരിയെടുക്കുന്നു. പക്ഷേ എന്നിലേക്ക് ആരോപണങ്ങൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പഴികൾ വരുന്ന സമയത്തോ കൊട്ട കമത്തി വെക്കുന്നു. എന്നിട്ട് ഇതൊന്നും ഇതിൽ വീഴേണ്ടതല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഞാൻ പിണറായി വിജയനൊരു ന്യായം കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം. പിണറായി വിജയന് പറയാം, വിരുദ്ധ വികാരം കണക്കിലെടുത്ത് യോഗി ആദിത്യനാഥ് രാജിവെക്കുമെങ്കിൽ ഞാനും രാജിവെക്കും എന്ന് അദ്ദേഹത്തിന് പറയാം. ശരി, നമുക്ക് അങ്ങനെയുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.